ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. 10th പ്രിലിംസിൻ്റെ സിലബസ് ബേസ്ഡ് ക്ലാസ്സുകളാണ് ചെയ്യുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സിലബസിൽ നിന്നും ഫിസിക്കൽ സയൻസിലെ ശബ്ദവും പ്രകാശവും എന്ന ടോപ്പിക്കിൽ നിന്നും ശബ്ദവുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യോത്തരങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത്. ഇന്ന് 9ാമത്തെ ക്ലാസ് ആണ്. ഇതുവരെയുള്ള ക്ലാസ്സുകളെല്ലാം നിങ്ങൾ കണ്ടുവെന്ന് വിശ്വസിക്കുന്നു. ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതോടൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റുകളായിട്ട് ഇടാം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ക്ലാസ്സിലേക്ക് കടക്കാം. എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മുടെ 10th പ്രിലിംസിൻ്റെ സിലബസിലെ ഫിസിക്കൽ സയൻസ് എന്ന ടോപ്പിക്കിൽ നിന്നും ശബ്ദം എന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ക്ലാസ്സാണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. ഏറ്റവും ബേസ് ലെവൽ മുതൽ റിവിഷൻ ലെവൽ വരെയുള്ള ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ക്ലാസ്സാണ്. അപ്പം നമുക്ക് ആദ്യത്തെ പോയിന്റ് എന്താണെന്ന് നോക്കാം. ആദ്യത്തെ പോയിന്റ് ഇതാണ്: ശബ്ദത്തെക്കുറിച്ചുള്ള പഠനം. ശബ്ദത്തെക്കുറിച്ചുള്ള പഠനമാണ് അക്വസ്റ്റിക്സ്. അക്വസ്റ്റിക്സ് എന്നാണ് ശബ്ദത്തെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത്. വസ്തുക്കളുടെ കമ്പനം മൂലമാണ് ശബ്ദം ഉണ്ടാകുന്നത്. വസ്തുക്കളുടെ കമ്പനം മൂലമാണ് ശബ്ദം ഉണ്ടാകുന്നത്. ശബ്ദത്തിന് സഞ്ചരിക്കാൻ മാധ്യമം ആവശ്യമാണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിന്റാണ്. ശബ്ദത്തിന് സഞ്ചരിക്കാൻ മാധ്യമം ആവശ്യമാണ്. ചന്ദ്രനിൽ അന്തരീക്ഷ വായു ഇല്ലാത്തതിനാലാണ് അവിടെ ശബ്ദം കേൾക്കാത്തത്. നോട്ട് ചെയ്യുക, പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുണ്ട്. ചന്ദ്രനിൽ അന്തരീക്ഷ വായു ഇല്ലാത്തതിനാലാണ് അവിടെ ശബ്ദം കേൾക്കാത്തത്. ശബ്ദം എന്നത് എന്താണ്? ഒരു അനുദൈർഘ്യ തരംഗമാണ്. ശബ്ദം ഒരു അനുദൈർഘ്യ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ് എന്നാണ് അറിയപ്പെടുന്നത്. മനുഷ്യരിൽ ശബ്ദം പുറപ്പെടുവിക്കുന്ന തൊണ്ടയിലെ ഭാഗം അറിയപ്പെടുന്നത് ലാരിങ്സ് എന്നാണ്. മനുഷ്യരിൽ ശബ്ദം പുറപ്പെടുവിക്കുന്ന തൊണ്ടയിലെ ഭാഗം അറിയപ്പെടുന്നതാണ് ലാരിങ്സ്. അടുത്ത പോയിന്റ്: ശബ്ദത്തിൻ്റെ തീവ്രത അളക്കുന്ന യൂണിറ്റ്. ശബ്ദത്തിൻ്റെ തീവ്രത അളക്കുന്ന യൂണിറ്റ് ആണ് ഡെസിബൽ. dB എന്നാണ് നോട്ട് ചെയ്യുന്നത്. ശബ്ദത്തിൻ്റെ തീവ്രത അളക്കുന്ന യൂണിറ്റ് ആണ് ഡെസിബൽ. വായുവിലെ ശബ്ദത്തിൻ്റെ വേഗത എത്ര? വായുവിലെ ശബ്ദത്തിൻ്റെ വേഗത 340 മീറ്റർ/സെക്കൻഡ് ആണ്. വായുവിലെ ശബ്ദത്തിൻ്റെ വേഗത 340 മീറ്റർ/സെക്കൻഡ് ആണ്. അടുത്ത പോയിന്റ്: ശബ്ദത്തിൻ്റെ വേഗത വാതകങ്ങളിലേക്കാൾ ഖരപദാർത്ഥങ്ങളിലാണ് കൂടുതൽ. നോട്ട് ചെയ്യുക, ചോദിക്കാൻ സാധ്യതയുണ്ട്. ശബ്ദത്തിൻ്റെ വേഗത വാതകങ്ങളിലേക്കാൾ ഖരപദാർത്ഥങ്ങളിലാണ് കൂടുതലായി കാണപ്പെടുന്നത്. അടുത്ത പോയിന്റ്: ശബ്ദത്തിൻ്റെ തീവ്രത അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം. ശബ്ദത്തിൻ്റെ തീവ്രത അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? ഓഡിയോമീറ്റർ. ശബ്ദത്തിൻ്റെ തീവ്രത അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഓഡിയോമീറ്റർ. അടുത്ത പോയിന്റ്: മനുഷ്യൻ്റെ ശ്രവണപരിധി എത്ര? മനുഷ്യൻ്റെ ശ്രവണപരിധി 20 ഹെർട്സ് മുതൽ 20,000 കിലോ ഹെർട്സ് വരെയാണ്. ഓക്കെ, നോട്ട് ചെയ്യുക. മനുഷ്യൻ്റെ ശ്രവണപരിധി എന്ന് പറയുന്നത് 20 ഹെർട്സ് മുതൽ 20,000 ഹെർട്സ് അഥവാ 20 കിലോ ഹെർട്സ് എന്നാണ് അറിയപ്പെടുന്നത്. മനുഷ്യൻ്റെ ശ്രവണപരിധി 20 ഹെർട്സ് മുതൽ 20 കിലോ ഹെർട്സ് വരെയാണ്. അടുത്ത പോയിന്റ്: മനുഷ്യൻ്റെ ശ്രവണപരിധിയിലും താഴ്ന്ന ശബ്ദം എങ്ങനെയാണ് അറിയപ്പെടുന്നത്? ഇൻഫ്രാസോണിക് സൗണ്ട് എന്നാണ് അറിയപ്പെടുന്നത്. 20 ഹെർട്സിന് താഴെയാണ്. മനുഷ്യൻ്റെ ശ്രവണപരിധിയിലും താഴ്ന്ന ശബ്ദമാണ് ഇൻഫ്രാസോണിക്. 20 ഹെർട്സിൽ താഴെയാണ്. 20 ഹെർട്സ് മുതൽ 20 കിലോ ഹെർട്സ് വരെയാണെങ്കിലാണ് മനുഷ്യൻ്റെ ശ്രവണപരിധി. അപ്പം 20 ഹെർട്സിലും താഴെ വരുന്ന ശബ്ദത്തിനെ അറിയപ്പെടുന്നതാണ് ഇൻഫ്രാസോണിക് സൗണ്ടുകളെന്ന്. അടുത്ത പോയിന്റ്: ഭൂകമ്പം, അഗ്നിപർവ്വത സ്ഫോടനം ഇവ രണ്ടും ഇൻഫ്രാസോണിക് സൗണ്ടുകളാണ്. തിമിംഗലം, ജിറാഫ്, ആന എന്നിവയ്ക്ക് ഇൻഫ്രാസോണിക് സൗണ്ട് പുറപ്പെടുവിക്കുവാനുള്ള കഴിവുണ്ട്. മനുഷ്യൻ്റെ ശ്രവണപരിധിയിലും ഉയർന്ന ശബ്ദം അറിയപ്പെടുന്നതാണ് അൾട്രാസോണിക് സൗണ്ട്. 20 ഹെർട്സിന് മുകളിൽ, അതായത് 20,000 കിലോ ഹെർട്സിന് മുകളിൽ വരുന്ന, നോട്ട് ചെയ്യുക, ശ്രദ്ധിക്കുക, 20,000 ഹെർട്സിന് മുകളിൽ വരുന്ന സൗണ്ടുകളെയാണ് അൾട്രാസോണിക് സൗണ്ടുകൾ എന്ന് പറയുന്നത്. ഈ അൾട്രാസോണിക് സൗണ്ടുകൾ മനുഷ്യൻ്റെ ശ്രവണപരിധിയിലും ഉയർന്ന ശബ്ദമാണ് കാണിക്കുന്നത്. അടുത്ത പോയിന്റ്: അൾട്രാസോണിക് തരംഗം ഉപയോഗിച്ച് ഇരപിടിക്കുന്ന ജീവി.
അൾട്രാസോണിക് തരംഗം ഉപയോഗിച്ച് ഇരപിടിക്കുന്ന ജീവി ഏതാണ്? വവ്വാൽ. അടുത്ത പോയിന്റ്, ശബ്ദത്തേക്കാൾ 2 ഇരട്ടി വേഗത സൂചിപ്പിക്കുന്നതാണ് സൂപ്പർസോണിക് സൗണ്ടുകൾ. ശബ്ദത്തേക്കാൾ 2 ഇരട്ടി വേഗത സൂചിപ്പിക്കുന്നതാണ് സൂപ്പർസോണിക് സൗണ്ടുകൾ. ശബ്ദത്തേക്കാൾ 5 ഇരട്ടി വേഗത കാണിക്കുന്നവയാണ് ഹൈപ്പർസോണിക്. ഉത്തരം ഹൈപ്പർസോണിക്. ഇനി നായകളുടെ ശ്രവണപരിധി എന്ന് പറയുന്നത് 40 ഹെർട്സ് മുതൽ 60,000 ഹെർട്സ് വരെയാണ്. നായകളുടെ ശ്രവണപരിധി 40 ഹെർട്സ് മുതൽ 60,000 ഹെർട്സ് വരെയാണ്. നായകളുടെ ട്രെയിനിങ്ങിനായി ഉപയോഗിക്കുന്ന വിസിൽ ഏതാണ്? നായകളുടെ ട്രെയിനിങ്ങിനായി ഉപയോഗിക്കുന്ന വിസിലാണ് ഗാൾട്ടൺ വിസിൽ. ഗാൾട്ടൺ വിസിൽ എന്നാണ് അറിയപ്പെടുന്നത്, നായകളുടെ ട്രെയിനിങ്ങിനായി ഉപയോഗിക്കുന്നത്. അടുത്ത പോയിന്റ്, മനുഷ്യന്റെ ചെവിക്ക് കേൾവിത്തകരാറുണ്ടാക്കുന്ന ശബ്ദം. മനുഷ്യന്റെ ചെവിക്ക് കേൾവിത്തകരാറുണ്ടാക്കുന്ന ശബ്ദമാണ് 120 ഡെസിബലിന് മുകളിൽ. മനുഷ്യന്റെ ചെവിക്ക് കേൾവിത്തകരാറുണ്ടാക്കുന്ന ശബ്ദമാണ് 120 ഡെസിബലിന് മുകളിൽ വരുന്ന സൗണ്ടുകൾ. ഇനി മനുഷ്യന് കഷ്ടിച്ച് കേൾക്കാൻ കഴിയുന്ന ശബ്ദമെന്ന് പറയുന്നത് 10 ഡെസിബിളിലുള്ള സൗണ്ടുകളാണ്. സാധാരണ മനുഷ്യരുടെ സംഭാഷണം എന്ന് പറയുന്നത് 40 മുതൽ 60 ഡെസിബലിന് ഉള്ളിൽ നിൽക്കുന്നവയാണ്. വിമാനത്തിന്റെ സൗണ്ട് എന്ന് പറയുന്നത് 120 ഡെസിബലിനുള്ളിലാണ്. അടുത്തത് മനുഷ്യന്റെ ശ്രവണ സ്ഥിരത. നോട്ട് ചെയ്യുക, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. മനുഷ്യന്റെ ശ്രവണ സ്ഥിരത എത്രയാണ്? 1/10 സെക്കൻഡ് ആണ്. 1/10 സെക്കൻഡ് ആണ് മനുഷ്യന്റെ ശ്രവണ സ്ഥിരത. അടുത്ത പോയിന്റ്, വളരെ വ്യക്തമായി കേൾക്കുന്ന പ്രതിഫലിച്ച ശബ്ദം എന്നറിയപ്പെടുന്നതാണ് പ്രതിധ്വനി. പ്രതിധ്വനി എന്താണെന്നറിയാമല്ലോ. അടുത്തത് പ്രതിധ്വനിയെക്കുറിച്ചുള്ള പഠനമാണ് കാറ്റക്കോസ്റ്റിസ്. കാറ്റക്കോസ്റ്റിസ് എന്നത് പ്രതിധ്വനിയെക്കുറിച്ചുള്ള പഠനമാണ്. പ്രതിധ്വനിക്ക് വേണ്ട ദൂരപരിധി 17 മീറ്റർ ആണ്. നോട്ട് ചെയ്യുക, പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുണ്ട്. പ്രതിധ്വനിക്ക് വേണ്ട ദൂരപരിധി 17 മീറ്റർ. അടുത്ത പോയിന്റ്, ഹാൾ നിർമ്മിക്കുമ്പോൾ വ്യക്തമായ ശബ്ദം ശ്രവിക്കത്തക്ക വിധത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ശാസ്ത്രശാഖ. ഹാൾ നിർമ്മിക്കുമ്പോൾ വ്യക്തമായി ശബ്ദം ശ്രവിക്കത്തക്ക വിധത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ശാസ്ത്രശാഖ. അക്വസ്റ്റിക്സ് ഓഫ് ബിൽഡിംഗ്. അക്വസ്റ്റിക്സ് ഓഫ് ബിൽഡിംഗ്. അടുത്ത ശബ്ദവുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് അനുനാദം. എന്താണ് അനുനാദം എന്നറിഞ്ഞിരിക്കണം. കമ്പനം ചെയ്യുന്ന വസ്തുവിൻ്റെ സ്വാഭാവിക ആവൃത്തിയും പ്രണോദിത കമ്പനത്തിന് വിധേയമാകുന്ന വസ്തുവിൻ്റെ സ്വാഭാവിക ആവൃത്തിയും തുല്യമാകുമ്പോൾ ആ 2 വസ്തുക്കളും അനുനാദത്തിലായിരിക്കും. ഇടിമിന്നൽ ഉണ്ടാകുമ്പോൾ ജനൽ കമ്പികൾ വിറയ്ക്കുന്നത് കാരണം എന്താണ്? അനുനാദമാണ്. ഇത് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇടിമിന്നൽ ഉണ്ടാകുമ്പോൾ ജനൽ കമ്പികൾ വിറകൊള്ളുന്നത് എങ്ങനെയാണ്? അത് സാഹചര്യത്തിന് പറയുന്ന പേരാണ് അനുനാദം. അടുത്ത പോയിന്റാണ് അനുരണനം. അനുരണനം എന്താണ്? ശബ്ദം വിവിധ വസ്തുക്കളിൽ തട്ടി ആവർത്തിച്ചുണ്ടാകുന്ന പ്രതിഫലനമാണ് അനുരണനം. ശബ്ദം വിവിധ വസ്തുക്കളിൽ തട്ടി ആവർത്തിച്ചുണ്ടാകുന്ന പ്രതിഫലനമാണ് അനുരണനം. അടുത്ത പോയിന്റ്, ആവൃത്തിയും കമ്പനവും. ശബ്ദവുമായി ബന്ധപ്പെട്ട് പഠിക്കേണ്ട മറ്റ് 2 ടോപ്പിക്കുകളാണ് ആവൃത്തിയും കമ്പനവും. ശബ്ദമുണ്ടാകാൻ കാരണമാണ് കമ്പനം. ശബ്ദമുണ്ടാകുന്നതിന് കാരണം എന്താണ്? കമ്പനമാണ്. ഒരു സെക്കൻഡിൽ വസ്തുവിനുണ്ടാകുന്ന കമ്പനങ്ങളുടെ എണ്ണത്തിനെയാണ് ആവൃത്തി എന്ന് പറയുന്നത്. ശബ്ദമുണ്ടായിട്ടുള്ള കാരണമാണ് കമ്പനം. ഇനി ഒരു സെക്കൻഡിൽ വസ്തുവിനുണ്ടാകുന്ന കമ്പനങ്ങളുടെ എണ്ണമാണ് ആവൃത്തി. ഇനി ആവൃത്തിയുടെ യൂണിറ്റ് എന്താണ്? ഹെഡ്സ് ആണ്. കമ്പനം ചെയ്യുന്ന ഓരോ വസ്തുവിനും അതിൻ്റേതായ ആവൃത്തിയാണ്. അതിനെയാണ് സ്വാഭാവിക ആവൃത്തി എന്ന് പറയുന്നത്. അടുത്ത പോയിന്റ്, കമ്പനം ചെയ്യുന്ന ഒരു വസ്തുവിൻ്റെ പ്രേരണം മൂലം മറ്റൊരു വസ്തു കമ്പനം ചെയ്യുന്നതിനെയാണ് പ്രണോദിത കമ്പനം എന്നറിയപ്പെടുന്നത്. ശബ്ദത്തേക്കാൾ വേഗത്തിലോ ശബ്ദവേഗത്തിലോ സഞ്ചരിക്കുന്ന വസ്തുവിൻ്റെ ആഘാത തരംഗം മൂലമുണ്ടാകുന്ന ശബ്ദത്തിനെയാണ് സോണിക് ബൂം എന്ന് പറയുന്നത്. ശബ്ദത്തേക്കാൾ വേഗത്തിലോ ശബ്ദവേഗത്തിലോ സഞ്ചരിക്കുന്ന വസ്തുവിൽ
ആഘാത തരംഗം മൂലമുണ്ടാകുന്ന ശബ്ദത്തിനെയാണ് സോണിക് ബൂം എന്നറിയപ്പെടുന്നത്. ചാട്ടവാർ വായുവിൽ ചുഴറ്റുമ്പോഴുണ്ടാകുന്ന ശബ്ദമാണ് സോണിക് ബൂം. ചാട്ടവാർ വായുവിൽ ചുഴറ്റുമ്പോഴുണ്ടാകുന്ന ശബ്ദമാണ് സോണിക് ബൂം. അടുത്ത ടോപ്പിക്ക് ശബ്ദവും ഉപകരണങ്ങളും. നോട്ട് ചെയ്യുക, ഇമ്പോർട്ടൻ്റ് ആണ്. ശബ്ദവും ഉപകരണങ്ങളും. ശബ്ദം ഉപയോഗിച്ച് ദൂരം അളക്കുന്ന ഉപകരണമാണ് സോണാർ. ശബ്ദം ഉപയോഗിച്ച് ദൂരം അളക്കുന്ന ഉപകരണമാണ് സോണാർ. അടുത്തത് കടലിൻ്റെ ആഴം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം. കടലിൻ്റെ ആഴം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് സോണാർ. ഇനി സോണാർ എന്നാൽ എന്താണ്? സൗണ്ട് നാവിഗേഷൻ ആൻഡ് റേഞ്ചിങ് എന്നാണ് സോണാർ അറിയപ്പെടുന്നത്. സോണാറിൽ ഉപയോഗിക്കുന്ന തരംഗങ്ങൾ ഏതാണ്? അൾട്രാസോണിക് തരംഗങ്ങളാണ് സോണാറിൽ ഉപയോഗിക്കുന്നത്. സോണാറിലെ ശബ്ദ സവിശേഷം അറിയപ്പെടുന്നതാണ് എക്കോലൊക്കേഷൻ. ശബ്ദവും ഉപകരണങ്ങളുമാണ് പഠിച്ചത്. ശബ്ദം ഉപയോഗിച്ച് ദൂരം അളക്കുന്ന ഉപകരണമാണ് സോണാർ. കടലിൻ്റെ ആഴം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് സോണാർ. അടുത്ത പോയിന്റ്, അൾട്രാസോണിക് തരംഗങ്ങൾ ഉപയോഗിച്ച് വഴിയിലെ തടസ്സങ്ങൾ തിരിച്ചറിയാൻ സഹായിക്കുന്ന പ്രതിഭാസമാണിത്. ഇനി ശബ്ദത്തിൻ്റെ പ്രതിഫലനം ഉപയോഗിക്കുന്ന ഉപകരണങ്ങളാണ് മെഗാഫോൺ, ടെലസ്കോപ്പ്. ശബ്ദത്തിൻ്റെ പ്രതിഫലനം ഉപയോഗിക്കുന്ന ഉപകരണങ്ങളാണ് ഏതൊക്കെ? മെഗാഫോൺ, ടെലസ്കോപ്പ്. അടുത്ത പോയിന്റ്, വൈദ്യുത സ്പന്ദങ്ങളെ ശബ്ദോർജ്ജമാക്കി മാറ്റുന്ന ഉപകരണം. വൈദ്യുത സ്പന്ദനങ്ങളെ ശബ്ദോർജ്ജമാക്കി മാറ്റുന്ന ഉപകരണമാണ് ലൗഡ് സ്പീക്കർ. ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കാൻ സാധ്യതയുണ്ട്. അടുത്തത്, ശബ്ദ തരംഗങ്ങളെ വൈദ്യുത സ്പന്ദനങ്ങളാക്കി മാറ്റുന്ന ഉപകരണമാണ് മൈക്രോഫോൺ. ഇത് രണ്ടും തമ്മിൽ മാറിപ്പോകരുത്. വൈദ്യുത സ്പന്ദനങ്ങളെ ശബ്ദോർജ്ജമാക്കി മാറ്റുന്ന ഉപകരണം ലൗഡ് സ്പീക്കറും ശബ്ദ തരംഗങ്ങളെ വൈദ്യുത സ്പന്ദനങ്ങളാക്കി മാറ്റുന്ന ഉപകരണം മൈക്രോഫോണുമാണ്. പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ്, നോട്ട് ചെയ്യുക. അടുത്ത പോയിന്റ്, ശബ്ദ പരീക്ഷണത്തിന് ഉപയോഗിക്കുന്ന ഉപകരണം സോണോമീറ്റർ. ശബ്ദ പരീക്ഷണത്തിന് ഉപയോഗിക്കുന്ന ഉപകരണം സോണോമീറ്റർ. അടുത്തത്, വിമാനങ്ങളുടെയും മിസൈലുകളുടെയും വേഗത രേഖപ്പെടുത്തുന്ന യൂണിറ്റ് മാക് നമ്പർ. വിമാനങ്ങളുടെയും മിസൈലുകളുടെയും വേഗത രേഖപ്പെടുത്തുന്ന യൂണിറ്റാണ് മാക് നമ്പർ. ഒരു മാക് നമ്പർ എന്നത് 340 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഒരു മാക് നമ്പർ എന്നത് 340 മീറ്റർ പെർ സെക്കൻഡ് ആണ്. കപ്പലുകളുടെ വേഗത അളക്കുന്ന യൂണിറ്റാണ് നോട്ട്. അന്തർവാഹിനി, വിമാനം എന്നിവയുടെ വേഗത മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്ന പ്രതിഭാസമാണ് ഡോപ്ലർ എഫക്റ്റ് അഥവാ ക്രിസ്റ്റ്യൻ ഡോപ്ലർ എന്നും അറിയപ്പെടുന്നു. അന്തർവാഹിനി, വിമാനം എന്നിവയുടെ വേഗത മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്ന പ്രതിഭാസമാണ് ഡോപ്ലർ എഫക്റ്റ്. അടുത്തത്, ശബ്ദവും സവിശേഷതകളും. ശബ്ദത്തിന് 3 സവിശേഷതകളാണുള്ളത്: ഉച്ചത, സ്ഥായി, ഗുണം. ലൗഡ്നെസ്, പിച്ച്, ക്വാളിറ്റി. ശബ്ദത്തിൻ്റെ 3 സവിശേഷതകളാണ് ഉച്ചത, സ്ഥായി, ഗുണം. അതിൽ ഉച്ചത എന്താണെന്ന് നോക്കാം. ഉച്ചത, ശബ്ദം ഒരു വ്യക്തിയിൽ ഉണ്ടാക്കുന്ന കേൾവി അനുഭവത്തിൻ്റെ അളവിനെയാണ് ഉച്ചത എന്ന് പറയുന്നത്. ശബ്ദം ഒരു വ്യക്തിയിൽ ഉണ്ടാക്കുന്ന കേൾവി അനുഭവത്തിൻ്റെ അളവിനെയാണ് ഉച്ചത എന്ന് പറയുന്നത്. ഉച്ചതയുടെ യൂണിറ്റാണ് ഡെസിബൽ. ഉപകരണമാണ് ഡെസിബൽ മീറ്റർ. ചെവിയുടെ ഡയഫ്രത്തിനുണ്ടാകുന്ന കമ്പനമാണിത്. അടുത്തതാണ് സ്ഥായി. സ്ഥായി എന്താണ്? കേൾക്കുന്ന ശബ്ദത്തിൻ്റെ കൂർമ്മതയാണ് സ്ഥായി. ശബ്ദത്തിൻ്റെ കൂർമ്മത ആവൃത്തിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ആവൃത്തി കൂടുമ്പോൾ കൂർമ്മതയും കൂടുന്നു. സ്ത്രീകളിലും കുട്ടികളിലും കൂർമ്മത കൂടുതലാണ്. താഴ്ന്ന സ്ഥായിയിലുള്ള ശബ്ദതരംഗങ്ങളുടെ കൂട്ടമാണ് ബാസ്. ഉയർന്ന സ്ഥായിയിലുള്ള ശബ്ദതരംഗങ്ങളുടെ കൂട്ടമാണ് ട്രബിൾ. അപ്പോൾ കേൾക്കുന്ന ശബ്ദത്തിൻ്റെ കൂർമ്മതയ്ക്കാണ് സ്ഥായി എന്ന് പറയുന്നത്. സ്ത്രീകളിലും കുട്ടികളിലും ഈ കൂർമ്മത എന്ന് പറയുന്നത് കൂടുതലാണ്. താഴ്ന്ന സ്ഥായിയിലുള്ള ശബ്ദതരംഗങ്ങളുടെ കൂട്ടത്തിനെയാണ് ബാസ് എന്ന് പറയുന്നത്. ഉയർന്ന സ്ഥായിയിലുള്ള ശബ്ദതരംഗങ്ങളുടെ കൂട്ടത്തെയാണ് ട്രബിൾ എന്നും പറയപ്പെടുന്നത്. അപ്പം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് പഠിക്കുന്നത്. ചെറിയൊരു ക്ലാസ്സാണ്. ശബ്ദവുമായി ബന്ധപ്പെട്ട് ചോദിക്കാൻ സാധ്യതയുള്ള എല്ലാ പോയിന്റുകളും ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു. അടുത്ത ദിവസം
നമ്മൾ ശബ്ദത്തിനെ കുറിച്ച് പഠിച്ചതിന് ശേഷം ഇനി നമുക്ക് പ്രകാശത്തെക്കുറിച്ചാണ് പഠിക്കേണ്ടത്. വരും ദിവസങ്ങളിൽ അതിൻ്റെ ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റുകളായിട്ട് ഇടാം. അപ്പോൾ അടുത്ത ദിവസം മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും വിജയാശംസകൾ. താങ്ക്